മധുരമാമോർമ്മകൾ തന്ന് കാലമേ തിരികെ മടങ്ങി നീ പണ്ട്. മധുരമാമോർമ്മകൾ തന്ന് കാലമേ തിരികെ മടങ്ങി നീ പണ്ട്. നിറമുള്ള പൂവിനെ തന്ന് അന്ന് നാം മധുരമാം നോവൊന്നറിഞ്ഞു. 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം അതിഗംഭീരമായിരിക്കണം ആയി തന്നെ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2001 തന്നെ വായനശാലയുടെ പണി പൂർത്തിയാക്കിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ട നടപടികളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ 2001 ജനുവരി 13-ാം തീയതി, ഇന്നത്തെ ദിവസം ജനുവരി 13 തന്നെ, അത് ജനുവരി 13-ാം തീയതി തന്നെ ആ വായനശാല ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കി. ഇങ്ങനെ ആ ഒട്ടും ചൂടേൽക്കാത്ത വിധത്തിൽ, വേണ്ടത്ര വെളിച്ചം കിട്ടുന്ന വിധത്തിൽ ആധുനിക രീതിയിൽ വായനശാലയുടെ കെട്ടിട നിർമ്മാണം സൗജന്യമായി തന്നെ പാലക്കാട് NSS കോളേജിലെ സിവിൽ എഞ്ചിനീയർ, ഇതിൻ്റെ ഹെഡ് HOD ആയിരുന്ന ശ്രീ വിശ്വനാഥൻ സാറ് ചെയ്തു തന്നു. അങ്ങനെ പൂർത്തിയായിട്ടുള്ള വായനശാല ഉദ്ഘാടനം ചെയ്യിക്കണം എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും കിട്ടെങ്കിൽ MT തന്നെ ആവട്ടെ എന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചു. അങ്ങനെ വെറുതെ ഒരു ദിവസം എങ്ങനെയാണ് MT കിട്ടാൻ സാധ്യത കുറവാണല്ലോ ഇതുപോലുള്ളൊരു LP സ്കൂളിലേക്ക് എന്നൊക്കെ പലരും പറയാറുണ്ട്. ഏതായാലും വീട്ടിൽ നിന്ന് ഒരു ദിവസം വെറുതെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് വിളിച്ചു നോക്കി. കാര്യങ്ങളൊക്കെ വിശദമായി കേട്ടപ്പോൾ ശരി വരാമെന്ന് അങ്ങനെ തന്നെ അദ്ദേഹം ഏറ്റു. അങ്ങനെ പിന്നീട് കോട്ടയ്ക്കലിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് ഇൻവിറ്റേഷനൊക്കെ കൊടുത്തിട്ട് ഉദ്ഘാടനത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തു. അതിഗംഭീരമായിട്ടുള്ള ഉദ്ഘാടനമായിരുന്നു. പ്ലാപ്പറ്റ സെൻറ്ററിൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള നാടൻ കലകൾ, ബാൻഡ് വാദ്യം, ചെണ്ടമേളം, പഞ്ചവാദ്യം, മാന തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഒപ്പന, അതുപോലെ തന്നെ കൈകൊട്ടിക്കളി, വേഷങ്ങൾ, പലതരത്തിലുള്ള വേഷങ്ങൾ, ഇതോട് കൂടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഘോഷയാത്ര അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് 2013 ജനുവരി 1-ാം തീയതി വൈകുന്നേരം ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള ശ്രീ MT വാസുദേവൻ നായരെ കൊണ്ട് നമ്മുടെ വായനശാല ഉദ്ഘാടനം ചെയ്യിക്കാൻ കഴിഞ്ഞത് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഒട്ടേറെ മഹത്വ്യക്തികളും പങ്കെടുത്ത ആ ചടങ്ങ് ഗ്രൗണ്ട് നിറയെ പ്രേക്ഷകരുണ്ടായിരുന്നു. അങ്ങനെ കലാപരിപാടികളോട് ഉദ്ഘാടന യോഗം അവസാനിച്ചു. ഈ സംരംഭത്തിന് ഞങ്ങൾ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും സമീപിച്ചെങ്കിലും ഒരു സ്വകാര്യ സ്കൂളിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവരൊഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ ഡൽഹിയിലെ ആസ്ഥാന കേന്ദ്രത്തിൽ നിന്ന്, DPEPയുടെ ഡൽഹിയിലുള്ള ആസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് ഈ പ്രോജക്റ്റ് ബോധ്യപ്പെട്ട ശേഷം അവരൊരു 25,000 രൂപ തന്നു. മാത്രമല്ല ആ കൊല്ലം കാർഗിലിൽ വെടിയേറ്റ് മരിച്ച ശ്രീ ജവാൻ രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ വീട്ടിലൊരു കുടീരം പണിയാൻ ഉദ്ദേശമുണ്ടായിരുന്നു. അതിനു വേണ്ടിയുള്ള തുക അവരിതിലേക്ക് കൈമാറുകയും അങ്ങനെ ജവാൻ ശ്രീ രാധാകൃഷ്ണൻ സ്മാരക വായനശാല എന്നതിന് പേര് കൊടുക്കുകയും ചെയ്തു. പിന്നീട് കുറച്ചു കാലം സ്കൂളിലെ കലാസാഹിത്യ രംഗങ്ങളിൽ ഒരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു. നല്ല അറിവുള്ള കുട്ടികൾ ക്വിസ് മത്സരങ്ങൾക്ക് പോയാലും, അതുപോലെ തന്നെ സാഹിത്യ മത്സരങ്ങൾക്ക് പോയാലും, കലാസാഹിത്യ മത്സരങ്ങൾക്ക് പോയാലൊക്കെ അവർക്ക് പലപ്പോഴും പലതിൽ 1-ാം സ്ഥാനം. വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ സ്കൂളിന് സബ് ജില്ലയിൽ 1-ാം സ്ഥാനമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഒരു ദിവസം തൃശ്ശൂർ ആകാശവാണി നിലയത്തിൽ നിന്ന് കുട്ടികളുടെ ബാലമണ്ഡലം പരിപാടി വിവിധ പരിപാടികളോട് കൂടിയിട്ട് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിരുന്നു. പ്രത്യക്ഷത്തിൽ നമ്മളുടെ മുമ്പിൽ ഇന്ന് അക്കാലത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത മാന്യരെ ഇവിടെ വരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ച് അറസ്റ്റ് വിളിച്ച് ജയിലിൽപ്പെടുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ഉടൻ കെട്ടുകഥകൾ പോലെ വിചിത്രമാണ്. ഒരു പടി കൂടി ഈ വിദ്യാലയം വളരുന്നു എന്നുള്ളത്
പുസ്തകങ്ങൾ തുറക്കാൻ ഒരു ഇടമുണ്ടാക്കിയതോടുകൂടി ഒരു പടി കൂടി പറയുന്നു. അപ്പോൾ വായനയുടെ ചെറിയ ചെറിയ തങ്കത്താക്കോലുകൾ, ഈ അറിവിൻ്റെ തങ്കത്താക്കോലുകളായ പുസ്തകങ്ങളിൽ ഈ കുട്ടികളുടെ അടുത്ത് എത്തിക്കാനുള്ളൊരു സംവിധാനമുണ്ടാകും. ഇതൊക്കെ പ്രത്യേകശാല മന്ദിരം, വായനശാല മന്ദിരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇന്ന് ഈ ആഘോഷങ്ങൾ എല്ലാ പരിപാടിയായിട്ട് ഓരോ കൊല്ലം ഒരു ദിവസം ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചു പോകുന്നു. പിന്നെ ഞാൻ ഹെഡ് മാസ്റ്ററായിരുന്ന കാലത്തെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, ജനുവരി 26 റിപ്പബ്ലിക് ദിനം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ഈ 3 പ്രധാനപ്പെട്ട 3 ദിനങ്ങളും അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടെ തന്നെ ഞങ്ങൾ ആചരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അന്ന് കുട്ടികൾ സ്കൂളിലെത്തി, എല്ലാ അധ്യാപകരും കുട്ടികളും സ്കൂളിലെത്തി മോർണിംഗ് അസംബ്ലിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു കലാപരിപാടി ഉണ്ടാവും, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ മറ്റ് സ്കൂളുകളൊക്കെ സാർവത്രികമാകുന്നതിന് മുമ്പ് തന്നെ കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, മോഹിനിയാട്ടം, പഞ്ചവാദ്യം, അതുപോലെ ഏകാഭിനയം, അതുപോലെ മോണാക്ട്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, നാടകങ്ങൾ, ഇതൊക്കെ അവതരിപ്പിച്ചു വന്നു. ഇതിൽ TV ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീ മനു ജോസിൻ്റെ പരിപാടി, അതുപോലെ തന്നെ കഥകളി രംഗത്ത് ഉള്ള ഒട്ടേറെ പ്രശസ്ത കലാമണ്ഡലത്തിലെ കലാകാരന്മാരുടെ സ്റ്റേജ് ഡെമോൺസ്ട്രേഷൻ, വേഷത്തോടും പാട്ടോടും കൂട്ടിയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ, ഇങ്ങനെ എല്ലാതരം കലകളും സ്കൂളിൽ അവതരിപ്പിക്കുക. ഈ 3 ദിവസങ്ങളും ഞങ്ങൾ കുട്ടികൾ വന്നാൽ ഉച്ചയ്ക്ക് തിരിച്ചു പോകുന്നത് വരെ ഒരു 1.5 മണിക്കൂർ നേരം, 2 മണിക്കൂർ നേരം ഇത്തരം പരിപാടികൾ അവതരിപ്പിച്ചു പോകുന്നു. അങ്ങനെ കലകളിലും കുട്ടികളെ താല്പര്യരാക്കാൻ അത് ഉപകരിച്ചിരുന്നു. അങ്ങനെ നീണ്ട കാലം ഹെഡ് മാസ്റ്റർ ആയിരുന്നുകൊണ്ട് സ്കൂളിൽ മറ്റ് ഭൗതിക സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചു പോന്നിരുന്നു. എല്ലാ ക്ലാസ്സുകളിലേക്കും വൈദ്യുതി കണക്ഷൻ, എല്ലാ ക്ലാസ്സുകളിലും ഫാന്, അതുപോലെ തന്നെ സ്കൂളിന് സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ, അതുപോലെ അന്ന് കമ്പ്യൂട്ടറൊന്നും അധികം പ്രചാരത്തിലില്ല, നടപ്പായി കമ്പ്യൂട്ടർ ക്ലാസ്സൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഒരു 1980കളിൽ തന്നെ കമ്പ്യൂട്ടർ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ പരമാവധി സാധ്യതകൾ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ അക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള CD-കൾ എവിടുന്നെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ എറണാകുളത്തും ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ ഉള്ള ഓൾഡ് സ്റ്റുഡൻസിനോടോ മറ്റാരെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാരോടോ ഏതെങ്കിലും എഡ്യൂക്കേഷൻ CD കിട്ടിയാൽ കൊണ്ടുവരാൻ പറയും. അവർ ചിലർ കൊണ്ടുവന്നു തന്നു. അങ്ങനെ ഈ വായനശാലയുടെ ഉദ്ഘാടനം 2001 ജനുവരിയിൽ നടക്കുമ്പോൾ അതൊരു പ്രധാന സംഭവം ഉണ്ടായി. ഒരു 10 CD-കൾ, എഡ്യൂക്കേഷൻ CD-കൾ നമ്മുടെ സ്കൂളിൽ എത്തിച്ചു തന്നു. അത് വേറെ ആരുമില്ല, അക്കാലത്ത് ദൂരദർശനിൽ കൂടെ രാവിലെ 1/2 മണിക്കൂർ വിദ്യാഭ്യാസ പരിപാടികൾ സംപ്രേഷണം ചെയ്തിരുന്നു. SIET-ക്കാണ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിക്കാണ് അതിൻ്റെ ചുമതല. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ ചെന്നിട്ട് അവരെ കണ്ടു, അതിൻ്റെ അധികൃതരെ കണ്ടു. അവരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഈ TV-യിൽ കൂടെ പ്രക്ഷേപണം ചെയ്യുന്ന വിദ്യാഭ്യാസ പരിപാടികളെ ഒരു CD-യിലാക്കി കിട്ടിയാൽ ഞങ്ങൾക്കത് സ്കൂളിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് ചോദിച്ചു. അപ്പോൾ അതെങ്ങനെ, ഞങ്ങൾക്ക് റീഡിങ് റൂമുണ്ട്, TV ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, അതൊക്കെ ഉപയോഗിച്ച് കുട്ടികൾക്ക് പ്രദർശിപ്പിക്കുക. അതൊക്കെ കേട്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യാം, ഒരു 10 എണ്ണം തരാം വായനശാലയുടെ ഉദ്ഘാടനം ആകുമ്പോഴേക്കെന്ന് പറഞ്ഞു. അന്ന് SIT ഡയറക്ടർ വായനശാല ഉദ്ഘാടനത്തിന് എത്തും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. എങ്ങനെയും SIET-യെ കൊണ്ട് ആദ്യമായിട്ട് വിദ്യാഭ്യാസ CD-കൾ ഉണ്ടാക്കിയത് പുലാപ്പറ്റ സെൻട്രൽ UP സ്കൂളിന് വേണ്ടിയിട്ടാണ്. അത് നല്ല രീതിയിൽ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് അതവരായാലും ഓരോ CD-ക്കും 400 രൂപ വീതം ഞാൻ അവർക്ക് വില കൊടുത്തു. 4000 രൂപയ്ക്കാണ് 10 CD കിട്ടിയത്. പക്ഷെ പിന്നീട് ഞാൻ പോരുന്നതിന് മുന്നേ തന്നെ എല്ലാ സ്കൂളുകൾക്കും 100ഓളം CD-കൾ, എഡ്യൂക്കേഷൻ CD-കൾ
ഈ 2500 രൂപയ്ക്ക് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പോയ ബാല്യത്തിൻ്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും.